പാലക്കാട് ഒറ്റപ്പാലത്ത് ഒഴുക്കിൽപ്പെട്ട വയോധിക മരക്കൊമ്പിൽ പിടിച്ചു നിന്നത് 10 മണിക്കൂർ. പൂക്കാട്ടുകുറിശി സ്വദേശി ചന്ദ്രമതിയാണ് ഒഴുക്കിൽപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കുളിക്കാനിറങ്ങിയപ്പോൾ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ പ്രമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് ഏതാണ്ട് 10 മണിക്കൂർ ഒരു മരത്തിൽ പിടിച്ചു നിൽക്കുക, അത്ഭുതകരമായി രക്ഷപ്പെടുക. ആ രക്ഷാകരങ്ങൾ ഇതാണ്. 79കാരി ചന്ദ്രമതിയുടേതാണ്. അവരോട് 78 ഓക്കെ. ആ പ്രായത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 78 വയസ്സെന്നാണ് അമ്മ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇന്നലെ ഒഴുക്കിപ്പെട്ടത്? ഇന്നലെ ഇപ്പോൾ ഈ രാമായണ മാസം ആരംഭമൊക്കെ ആയതുകൊണ്ട് കുളിക്കാൻ വേണ്ടി പോയതാണ് പുഴയിലേക്ക് അല്ലേ? എപ്പോഴാണ് പോയത്? 6 മണിയൊക്കെ ആയിരുന്നു. നിങ്ങൾ സാധാരണ പോകുന്ന കട തന്നെയാണ്? അതെ അതെ, സാധാരണ പോണ കട തന്നെയാണ്. പെട്ടെന്ന് ഒഴുക്ക് കൂടി പോയോ? അങ്ങനെ നീന്തിയിട്ട് കുറെ അങ്ങോട്ട് പോയി. എത്ര ദൂരം പോയിട്ടുണ്ടാവും അമ്മ? എത്രയെന്ന് ഇപ്പൊ പറയാൻ സാധിക്കില്ല. നീന്താൻ അറിയായിരുന്നു അല്ലേ? നീന്താൻ അറിയും. എങ്ങനെ ഈ മരത്തിൽ പിടിക്കാൻ പറ്റിയത് എങ്ങനെയാ? മരത്തിനെ ഇങ്ങനെ കൈ കൊണ്ട് തുഴഞ്ഞിട്ട് മരത്തിനെ പൊത്തി പിടിച്ചു. പൊത്തി പിടിച്ചിട്ട് ഇരുന്നു നിന്നോടെ. അത് കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നു? നിലത്തെ കുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പിടിച്ച് തൂങ്ങി ഇങ്ങനെ നിന്നോ? തൂങ്ങി നിൽക്കുക ചെയ്ത്. അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ അപ്പൊ അമ്മയ്ക്ക് ആരെങ്കിലും കണ്ട് അവരോടൊന്ന് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ ഒന്നും പറ്റുന്നില്ലല്ലോ? വല്ലാത്തൊരവസ്ഥ. ആളില്ല, ആള് സഞ്ചാരം ഇല്ല തന്നെ. വിളിക്കാനും നിലവിളിക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ 10 മണിക്കൂർ അവിടെ തൂങ്ങി നിന്നു. ഭയങ്കരമായൊരു രക്ഷപ്പെടൽ തന്നെയാണ്. അമ്മയ്ക്ക് അപ്പൊ ആ സമയത്തൊക്കെ തോന്നിയിരുന്നു ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നി? പിന്നെ തോന്നി രക്ഷപ്പെടില്ലെങ്കിൽ എന്താ ചെയ്യാ, നേരെ എന്ത് ചെയ്യലോ, ഇനിയിപ്പോൾ ആരും വരുന്നേം കാണാനില്ല. അത് തോന്നി. അപ്പോഴൊക്കെയാണ് പിന്നെ അങ്ങനെ വൈകിട്ടാണ് അവര് വന്നത്. അവര് പറഞ്ഞു പിന്നെ മരിച്ചിട്ടില്ല, അതാ നോക്കണു, പിന്നെ ഞങ്ങളേതാ നോക്കണു പറഞ്ഞു. അപ്പം എനിക്കും സന്തോഷമായി. അങ്ങനെയാണ് രക്ഷപ്പെട്ടത് അല്ലേ? അങ്ങനെ നമുക്ക് അവിടെ നിൽക്കുമ്പോ തോന്നിയിരുന്നോ ഞാൻ രക്ഷപ്പെടുന്നു? തോന്നിയിരുന്നോ? രക്ഷപ്പെടില്ല എന്നാ തോന്നിയത്. രക്ഷപ്പെടില്ലാന്ന് തോന്നി? തോന്നി. എന്തായാലും ഇവരൊരു അത്ഭുതം തന്നെയാണ് ഈ അമ്മ. കാരണം എന്താ പറയാ, 10 മണിക്കൂർ നമുക്കൊക്കെ പറ്റുമോ? ആർക്കാ പറ്റുക? ആർക്കും പറ്റില്ല, നിങ്ങൾക്കേ പറ്റുള്ളൂ. സന്തോഷമില്ല. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഒന്നുമില്ല. ഒരു ഭയങ്കര അത്ഭുതം കേട്ടോ. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് ഒരു വരി ചോദിക്കാം. ഇവരൊക്കെ ബന്ധുക്കളാണല്ലേ? ഇവരുടെ എന്താണ് നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയത്? അല്ല, ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഞങ്ങൾ മൊത്തം തെരച്ചിലായിരുന്നു. അതായത് ഈ നാട് ഇവരെ കാണാനില്ല എന്ന് പറഞ്ഞ് തിരയുകയായിരുന്നു. അതാണ് സംഭവം. അതായത് അല്ലേ, ഒരു കുറിപ്പൊക്കെ ഇറക്കി വാട്സപ്പിലൂടെയൊക്കെ പ്രചരിപ്പിച്ച് അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തെരച്ചിൽ നടത്തുമായിരുന്നു. അപ്പോഴാണ് ഇവരിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഞങ്ങൾ രാവിലെയൊക്കെ മൊത്തം തെരഞ്ഞു, കണ്ടില്ല. തോടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി. പിന്നെ ഇത് ഒരു 4 മണി ആയപ്പോഴാണ് നമ്മുടെ ചെറുച്ചനും നമ്മുടെ കൂട്ടുകാരെ ഉണ്ണിയേട്ടൻ പറയും അവർ എണ്ണടിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ അപ്പുറത്തെ സൈഡ് തിരഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ ഇവിടെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, വേഗം വണ്ടി എടുത്ത് വരാൻ പറഞ്ഞു. ഞങ്ങൾ തന്നെ വടം എന്ന് പറയാൻ പറ്റില്ല. അപ്പുറത്ത് ഇങ്ങോട്ടൊന്ന് ഒരു കയറൊക്കെ ഓടിച്ചാൽ രക്ഷിച്ചത് അത്രയും തന്നെയാണ്. റിസ്ക് പിടിച്ച പരിപാടി ഉണ്ടായിരുന്നു. അത്രയും പൊന്തി നീന്താനും പറ്റിയ നല്ല വെള്ളം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം ആ തരത്തിൽ 10 മണിക്കൂർ ഒരാൾ ഒരു മരത്തിൽ ഇങ്ങനെ, അതും നല്ല കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ അത്ഭുതകരമായാണ് എല്ലാവരും കാണുന്നത്. എന്തായാലും അമ്മയ്ക്ക് ഭാഗ്യം അവരെ തുണച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അവരിപ്പോൾ വളരെ ആരോഗ്യത്തോട് കൂടിയിട്ട് ഒരു പ്രശ്നമില്ലല്ലേ? ഒന്നുമില്ല. ഉഷാർ. ഭക്ഷണം കഴിച്ചില്ലേ? കഞ്ഞി കുടിച്ചു. അതാണ്, കഞ്ഞിയാണ് അതിന്റെ ഒരു എനർജി. അപ്പൊ ആ എനർജിയിൽ അവര് അങ്ങനെ എന്താ പറയാ, ഉഷാറായിട്ട് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോട്ടെ. ഇനി മഴക്കാലത്ത് കുളിക്കാനൊന്നും പോകണ്ട നിങ്ങൾ എന്തായാലും. ഇനി പോവില്ല. ശരി. അപ്പം ക്യാമറമാൻ രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.